ഹായ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു സ്വന്തം അനുഭവമാണ് പറയുന്നത്. അതായത് പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല, അല്ലേ? അപ്പോൾ ഓരോ പ്രശ്നങ്ങളും അനുഭവങ്ങളും വരുമ്പോൾ നമ്മളത് എങ്ങനെ തരണം ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ അടുത്ത റിസൾട്ട്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ കൊല്ലം ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ അതിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് എൻ്റെ സ്വന്തം അനുഭവമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാനത് എങ്ങനെ ഹാൻഡിൽ ചെയ്തതെന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോള് എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇവൾ ഭയങ്കര കരച്ചിലും ഭയങ്കര സങ്കടമൊക്കെയാണ്. അപ്പോൾ ചോദിച്ചോ പറഞ്ഞത് എന്താ വെച്ചാൽ, അമ്മയെ എൻ്റെ ഒരു ടീച്ചർ, അതായത് ഒരു സബ്ജക്റ്റിൻ്റെ ടീച്ചർ എന്നും ഇവളെ വഴക്ക് പറയുന്നു. പിന്നെ ഇവൾക്ക് മാത്രം ചാൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ അങ്ങോട്ട് മൈൻഡ് ചെയ്യണം, എപ്പോഴും ഒരു അറ്റൻഷൻ സീക്കേഴ്സ് ആയിരിക്കുമല്ലോ നമ്മുടെ കുട്ടികളൊക്കെ. അപ്പോൾ ഇവളുടെ ഈ സങ്കടങ്ങൾ കേട്ടിട്ട് ഞാൻ ആദ്യം ഇവളോടൊന്നും പറഞ്ഞില്ല. അവൾ പറഞ്ഞ 2 പോയിൻ്റ്: 1, അവൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നില്ല; 2, ഇവൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനുള്ളൊരു പ്രോത്സാഹനം കിട്ടണില്ല എന്നായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തായാലും ഇവൾ വിചാരിച്ച എത്ര ഒരു ഇത് ക്ലാസ്സിലില്ല, പ്രത്യേകിച്ചും ഈ ഒരു ടീച്ചറിൻ്റെ ഈ ഒരു പീരീഡ്. അപ്പോൾ ചില ആൾക്കാരെല്ലാവരും മനഃപൂർവ്വം ചെയ്യുന്ന ആവണമെന്നില്ല. അപ്പോൾ ഞാനിതെന്ത് ചെയ്തറിയാം, ഞാൻ അവളോട് പറഞ്ഞു, ഓക്കെ മോളെ, ഞാൻ എല്ലാം മനസ്സിൽ വെച്ചിട്ട് അതിൻ്റെ അടുത്ത ആഴ്ച ഇവരുടെ PTM ആയിരുന്നു, അതായത് പാരൻറ്റ് ടീച്ചറിൻ്റെ മീറ്റിംഗ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ റിസൾട്ട് അറിയുന്ന ദിവസം ഉണ്ടല്ലോ, ഇവിടെയൊക്കെ നമ്മൾ പറയുക ഓപ്പൺ ഡേ എന്നാണ്. ഞാൻ അന്ന് പോയ ദിവസം ഈ ഒരു ടീച്ചറെ പ്രത്യേകം കണ്ടു. ഞാൻ ആ ടീച്ചറോട് പറഞ്ഞു, മോൾ എപ്പോഴും പറയും കേട്ടോ ടീച്ചറിൻ്റെ കാര്യം, നല്ല ക്ലാസ്സാണ്, നന്നായി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മോൾക്ക് ഏറ്റവും ഇഷ്ടം ടീച്ചർ എല്ലാവരും ഒരുപോലെ കാണുന്നത്, എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കും. ഇങ്ങനെ ഞാൻ നേരെ ഓപ്പോസിറ്റ്, ഇവൾ എന്താണോ പറഞ്ഞത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു. അപ്പോൾ ആ ടീച്ചർ ഒരുപക്ഷെ ആദ്യം അവർ ഞെട്ടിയിട്ടുണ്ടോ ഞാൻ എന്താണ് വന്ന് പറയണമെന്നുള്ളത്. പക്ഷെ അവരെന്ത് ചെയ്തു, ഇത് പറഞ്ഞതും അവർക്ക് എന്തൊക്കെയോ കുറേ പറയാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഉറപ്പാണ് അവർ പറയാനുള്ളത് മുഴുവൻ എന്നോട് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് അവർക്കെന്തോ, അവർ പറയുന്ന നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അതായത് നിങ്ങളുടെ മോള് സബ്മിറ്റ് ചെയ്യുന്നില്ല, സബ്മിഷൻ ടൈമിനല്ല, പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ കുറച്ച് നെഗറ്റീവ്. അപ്പോൾ എനിക്ക് ഉറപ്പ് അവർ മുഴുവൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞത് കേട്ട് പകുതിയെ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് എന്താ സംഭവിച്ചു വെച്ചാൽ, അതിൻ്റെ അടുത്ത ദിവസം മുതൽ എൻ്റെ മോള് വീട്ടിൽ വന്നാൽ അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു, അമ്മേ, ആ ടീച്ചർ ഇപ്പോൾ പണ്ടത്തെ പോലെ നല്ല കേട്ടോ, ഇപ്പോൾ എന്നെ നന്നായി പരിഗണിക്കും, പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന ടീച്ചർ. ഇപ്പോൾ ഞാൻ ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന് നല്ലൊരു പ്രോത്സാഹനം തന്നു, എനിക്ക് അവസരങ്ങൾ തരുന്നുണ്ട്, എന്നെ ക്ലാസ്സിലെ ലീഡറാക്കി എന്ന് പോലും പറഞ്ഞു. കാരണം കുട്ടികൾക്ക് വേണ്ടത് ഇതാണല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ സത്യത്തിൽ എന്താ ചെയ്തത്, ഇവള് കംപ്ലയിൻറ്റ് വന്ന് പറഞ്ഞപ്പോൾ ഇവള് പറയുന്നത് ആദ്യം ഞാൻ മുഴുവൻ കേട്ടു, ഇല്ലേ? എന്നിട്ട് അവിടെ പോയിട്ട് ആ ടീച്ചർക്ക് എന്താ പറയുക, അവരെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. അതേ സമയത്ത് ഞാൻ അവിടെ ഒരു കംപ്ലയിൻ്റ് അല്ല റേസ് ചെയ്തത്. അപ്പം ഞാൻ അവിടെ പോയിട്ട് എനിക്ക് വേണമെങ്കിൽ പറയായിരുന്നു, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത്, ഞങ്ങൾ ഇത്രയും ഫീസ് കൊടുത്ത് പറഞ്ഞേക്കുന്ന സ്കൂള്, എൻ്റെ മോൾ എന്നിട്ടും ഹാപ്പിയല്ല, അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുകയെന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് ചോദിക്കായിരുന്നു. പക്ഷേ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു ഇതേപോലത്തെ സിറ്റുവേഷൻ എന്തെങ്കിലും വരുമ്പോൾ നമ്മളത് എങ്ങനെയാണോ എടുക്കുന്നത്, എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ റിസൾട്ട്. ഇപ്പം ഞാനിവിടെ 2 പേരെയും, എൻ്റെ മോളെയും സമാധാനിപ്പിച്ചു, അതേ സമയത്ത് ഞാൻ ഈ ടീച്ചറെയും കണ്ടിരുന്നു കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ടീച്ചറെ കണ്ടിരുന്നു. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, മാം, നിങ്ങളുടെ മോളിപ്പോൾ നല്ല കുട്ടിയാട്ടോ, പറഞ്ഞെല്ലാം പഠിച്ചു വരുന്നുണ്ട്. അങ്ങനെയാണ് അവരും ഹാപ്പി. അപ്പോൾ ഇതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അത് നമ്മളെ എങ്ങനെ എടുക്കുന്നു, നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ അനന്തരഫലം. There's not much to do when all I can is thinking about you. Not doing well, don't know where you are, 'cause you're not here. It's been way too long.